ബാഗ് വിവാദത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കുറുവാ സംഘത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അന്വേഷണത്തിൽ പോലീസിന് പരിമിതിയുണ്ട് എന്നാണ് സുരേഷ് ബാബു പറഞ്ഞത്. അതേസമയം സുരേഷ് ബാബുവിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉടനെ തന്നെ രംഗത്തെത്തി. കുറുവാ സംഘത്തിന് സമാനമായ ആളുകളെ ചോദ്യം ചെയ്യണമെങ്കിൽ AKG സെന്ററിലും പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോകണമെന്നാണ് സതീശൻ പറഞ്ഞത്. കേരളം കൊള്ളയടിക്കുന്നവരൊക്കെ അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിലാണ് മന്ത്രി രാജേഷും അളിയനും. അവരുടെ കുറുവാ സംഘത്തിൽപ്പെട്ട ആളാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി. ജില്ലാ സെക്രട്ടറിയാണ് പാലക്കാട് ജില്ലയിലെ കുറുവാ സംഘത്തിന്റെ നേതാവ്. ഇവരെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ ഈ കുറുവാ സംഘത്തിന് ശക്തമായ മറുപടി നൽകിയത് എന്നും സതീശൻ തുറന്നടിച്ചു. CPM-ൽ കമ്മ്യൂണിസം വരുമെന്ന് കരുതി കൂടി അബദ്ധം പറ്റിയവർ നിരവധിയുണ്ട്. അവരൊക്കെ ഞങ്ങൾക്കൊപ്പം വരും. അവരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാറുമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാലക്കാട് ഇത്രയും വോട്ട് കിട്ടിയതെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്. അതേസമയം ട്രോളി വിവാദത്തിൽ എന്ത് നുണ പരിശോധനയ്ക്കും താൻ തയ്യാറാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. വിഷയത്തിൽ ഞാൻ അല്ല, പോലീസാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. തനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. ട്രോളിയിൽ പണം കടത്തിയെന്ന ആരോപണത്തിൽ തെളിവൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പറയുന്നത്. ഈ സാഹചര്യത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വിഷയം തങ്ങൾ വിടില്ലെന്നും മാനനഷ്ട കേസ് നൽകുമെന്നും രാഹുലും വ്യക്തമാക്കി. അതേസമയം പാലക്കാട് പാതിരാ നാടകം നടത്തിയ മന്ത്രി MB രാജേഷ് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടിരുന്നു. സെർച്ച് വാറന്റ് ഇല്ലാതെയാണ് വനിതാ നേതാക്കളുടെ മുറിയിൽ പോലീസ് പരിശോധന നടത്തിയത്. കോൺഗ്രസിനെതിരെ 6 വിവാദങ്ങളാണ് CPM ഉന്നയിച്ചത്. അതും 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട്. ഞങ്ങളെ തോൽപ്പിച്ച് BJP-യെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു CPM നടത്തിയതെന്നാണ് VD സതീശൻ ആരോപിച്ചത്. ഉപതിരഞ്ഞെടുപ്പിനിടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനു വേണ്ടി ട്രോളിയിൽ കള്ളപ്പണം കൊണ്ടുവന്നുവെന്നതായിരുന്നു CPM-ന്റെ ആരോപണം. കോൺഗ്രസ് സ്ഥാനാർത്ഥി താമസിച്ച ഹോട്ടലിലേക്ക് നീല ട്രോളി ബാഗിൽ പണം കടത്തിയെന്നാരോപിച്ച് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളടക്കം താമസിച്ച മുറികളിൽ അർദ്ധരാത്രിയോടെ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. ഈ സംഭവം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു.